ഗായ്സ് ഹായ്, അപ്പോൾ എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മളിപ്പോൾ നൈറ്റ് ചെറിയൊരു റൈഡ് പോകാൻ പോവുകയാണ്. റൈഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നൈറ്റ് പോകണം, ഒരു ചായ കുടിക്കണം, ഒന്ന് കറങ്ങണം. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവൻ്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കട്ടെ അവനോട്. റെഡിയാകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നമ്പർ എൻ്റെ രണ്ടാമോ. ഹലോ, പോവാ? നിന്നെ വിളിച്ചതല്ലേ ഞാൻ 9:50 പോവാൻ നമ്പർ കൊണ്ട്? 9:50 എനിക്ക് വാ. ഞാൻ ഇറങ്ങും. ഇല്ല, ഞാൻ ഇറങ്ങി. എവിടെ റെഡി ആയിട്ട് നിൽക്കണേ? ഞാൻ വരണ്ട, റെഡിയാവും. ഓഹോ, ജീവിതാവിനെ കൊണ്ട് സമ്മതിപ്പിച്ച് ലേറ്റ് ആയി പോയി. നമുക്ക് പോയിട്ട് വരാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വൈകിയാണ് നീ കിടന്ന് ഉറങ്ങിക്കളയല്ലേ? രാത്രിയല്ലേ പോവാന്ന് പറഞ്ഞോട്? പോവാ ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ പറൂർ മാർക്കറ്റാണ്. മാർക്കറ്റ് തട്ടളവ്. ഇതാണ് നമ്മുടെ തട്ടളവിലെ അടിപൊളി സ്ഥലം. ഇപ്പൊ നോക്കണ്ട കേട്ടോ, സമയം ഇപ്പൊ 10:40 കടകളൊക്കെ അടച്ചോണ്ടിരിക്കണം. ലൈറ്റൊക്കെ പോയി. ഇനി ഇവിടെ നേരിട്ടായിരിക്കുള്ളൂ. അതേ ഇവനാണ് ഞാൻ ഇത്ര നേരം വിളിച്ചോണ്ടിരുന്നത് കേട്ടാ. 9:00 വരാന്നിട്ട് ഒരു 15 മിനിറ്റ് ലേറ്റ് ആയതിന്റെ പേരിൽ വരൂലെന്ന് പറഞ്ഞത്. നോക്കി വെച്ചോ. പിന്നിട്ടാണ് ഞാൻ അടുത്ത ദിവസം വേറെ സ്ഥലത്തൊക്കെ പോകാൻ പോണത്. ഇത് ഞാൻ പറയൂല, വീഡിയോ വരുമ്പോ കണ്ടാൽ. അതിന് മുമ്പത്തെ ദിവസം രാവിലെ വന്നെങ്കിലും മഞ്ഞ് പിടിക്കായിരുന്നു. മഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജോലിക്കോണി കോട്ടപ്പുറം പാലൂല്ലേ, പാലത്ത് എത്തിക്കഴിഞ്ഞിട്ട് ചുറ്റും നോക്കിട്ട് ഒന്നും കാണാനില്ല, ഫുള്ള് മഞ്ഞ്. ശരിയല്ല, പാട്ടയിലേക്ക് ഇവിടെ ഭയങ്കര മഞ്ഞായിരിക്കുള്ളതല്ലേ. പുഴ അടുത്തിറങ്ങാറ് നല്ലോണം അടിച്ചു തരണ്ട. നമ്മുടെ ഈ പാലത്തിന്റെ ലെഫ്റ്റ് റൈറ്റും കാണാൻ പറ്റണ്ടായില്ല പുഴ. ഞാൻ നിന്നിട്ട് ഈ ഇവിടെ പോയി, നമ്മുടെ അഴീക്കോട് ബീച്ചിലോട്ട് പോയി മഞ്ഞ് കാണാനായിട്ട്, ഞാനും കൂട്ടുകാരും കൂടി ഓഫീസിൽ നിന്ന് നേരെ. അവിടേക്ക് എന്ത് രസമാണ്. അവിടെ നിന്ന് അഴീക്കോട് ബീച്ചാണ് ഇവിടെ. എനിക്ക് അഴീക്കോട് ബീച്ചിന്റെ ബീച്ചിന്റെ മറ്റേ പുലിമുട്ടിലോട്ട് പോണ ആ ഒരു വഴിയില്ലേ, ഒട്ടും അവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ മുൻപം കാണൂല. അടിപൊളി. ഞാൻ അതിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ ആ വ്ലോഗ് കണ്ടിട്ടോ, അപ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു സംഭവം മനസ്സിലാവും. രാത്രി മുല്ലപ്പൂക്കുമ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഓഫീസിന്റെ അവിടെ അഴീക്കോട് നല്ല മഞ്ഞ്. അഴീക്കോട് എന്നല്ല, ഈ പറൂർ ഏരിയയിൽ ഫുള്ള് ഭയങ്കര മഞ്ഞ്. ഞങ്ങളപ്പോ മഞ്ഞ് കാണാൻ വേണ്ടി പോവേണ്ട, നേരെ അഴീക്കോട് മറ്റേ ബീച്ചിലെ പുലിമുട്ടാക്കാടാണ് പോണത്. നമ്മളങ്ങനെ അവിടെ ബീച്ച് എത്തിയിട്ട്, അഴീക്കോട് ബീച്ച് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നവഴി പല സ്ഥലത്തും മഞ്ഞുണ്ടായില്ല, ഇവിടെ നല്ല മഞ്ഞ് കാണുന്നുണ്ട്. നമ്മളങ്ങനെ ഇപ്പൊ അഴീക്കോട് ബീച്ച് എത്തിയിട്ടാ. അഴീക്കോട് ബീച്ചിൽ നിന്ന് മറ്റേ മുട്ടുമ്പലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുലിമുട്ട് മറ്റേ കല്ലൊക്കെ ഇട്ട ചേട്ടത് ഞങ്ങൾ പുലിമുട്ടെന്ന് പറയണം, അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിഷ്വൽ ഞാൻ കാണിച്ചാ എന്റെ കൊണ്ടൊരു രക്ഷയില്ലാത്ത സാധനമാണ് കാണിച്ചാരാ. ആ ഒരു കുഞ്ഞു വെള്ളവും ആ ഒരു സൂര്യൻ അവിടെ നല്ല ഭംഗിയില്ലേ നോക്കി. ഇവിടെ ചീന റെഡി ആയിക്കൊണ്ടിരിക്കണ വീഡിയോ ഉണ്ട്. കറക്റ്റ് ടൈം ചീനല വലിച്ചേറ്റ് നോക്കി.
അപ്പൊ അത് കണ്ടല്ലോ നമ്മുടെ ചീന വല വലിച്ചു കയറ്റാൻ റെഡി ആക്കാനായിട്ടാണ് ഇവിടെ ചീനയുടെ കുറ്റി ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചീനവലയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാഗിലേക്ക് ഒരു ബോട്ട് പോണ് അവിടെ ചെന്ന് ചൂണ്ടിടുന്നുണ്ട്. രാവിലെ കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നുണ്ടെങ്കിൽ കറക്റ്റ് മഞ്ഞിൽ ശരിക്കും കാണാമായിരുന്നു കേട്ടാ. മഞ്ഞ് മറ്റേ ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പൊ ഇവിടേക്ക് നല്ല മഞ്ഞായിരുന്നിരിക്കണം. ഞങ്ങൾക്ക് ഒന്ന് കാണാനത് തീര. വന്ന വഴി കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര മഞ്ഞായിരുന്നു. കോട്ടപ്പുറം പാലത്തുമേക്ക് എന്നിട്ട് പോഴൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞായിരുന്നു. നോക്കി അപ്പുറം കാണുന്ന പുല്ലുമുട്ടാണ്, നൈസായിട്ട് കാണുള്ളൂ. മോനമ്പത്തോട്ടം കാണുന്ന കഴിഞ്ഞാൽ ഒന്നുമില്ല. ആൾക്കാരൊക്കെ ഒന്ന് ചൂണ്ടിടുന്നുണ്ട്. അവിടെ ഒരു ചേട്ടൻ ഒന്ന് ചൂണ്ടിടുന്നുണ്ട്. വീശാര് പണ്ടത് ഇഷ്ടംപോലെ പണ്ട് നാറ്റം വരെ വീശാരാണ്. മഞ്ഞായിട്ട് കാണാനില്ല. നോക്കി വീശാൻ വേണ്ടിയിരിക്കുന്നു. മീനെല്ലാം ഉണ്ടാകുന്ന നോക്കട്ടെ. ഇഷ്ടംപോലെ ആൾക്കാർ ഈ അറ്റം വരെ നോക്കി എല്ലാവരും വലയായിട്ടൊക്കെ നോക്കി ഒക്കെ അവരുടെ ബക്കറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഈ വാലിയാണ്. അതിനകത്ത് 2-3 മീനുണ്ട്. പണമ്പും മറ്റേന്നാവും. അങ്ങനെ 2-3 മീനുണ്ട്. ഏതോ കാടും മേടും തന്നെ നമ്മൾ പോവുകയാണ് ഗൈസ്. ബാക്കിൽ മഞ്ഞ് വരട്ടെ. പിന്നെ നടത്തല്ല ഒരു ഹൈ റേഞ്ച് ഫീല്. ശരിക്കും കടലിലോട്ട് നോക്കണേക്കാളും കൂടുതൽ മഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കും വേണം, പുഴയുടെ അങ്ങോട്ട് നോക്കും വേണം. കടലിൽ നിന്ന് കാറ്റുള്ള കാരണേ അടിച്ചടി നടക്കി കയറണം. അങ്ങനെയുള്ള സെറ്റപ്പ് ആയിരിക്കണം. അറിയില്ല വല പൊന്തി വരുന്നു ഗൈസ്. അവിടെ മഞ്ഞുള്ളിൽ ഒരു 3 ബോട്ട് കിടപ്പുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. അപ്പുറമുള്ള മോനമ്പ ഹാർബറാണ്, അതും കാണാൻ പറ്റില്ല. അത്രക്ക് മഞ്ഞാണ് ഗൈസ്. കൊടുത്ത വെട്ടമൊക്കെ കളഞ്ഞ് നമുക്ക് ഒട്ടും വെട്ടൂല കേട്ടോ. ലേറ്റ് ആയി പോയതിൻ്റെ പേരിലാണ്. നമുക്ക് അപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ടോ ചായ പിടിച്ചിട്ട് വരാം. എന്റെ മൈക്ക് ഇവിടെ വന്ന നിമിഷം തൊട്ട് ഓഫായിരുന്നു. ഞാൻ ഇത്ര നേരം വെറുതെ പൊട്ടം കളി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചൂടായിരുന്ന ഗായ്സ്. അപ്പൊ നമ്മളെ എത്തിയേക്കുന്ന സ്ഥലം നോക്കി ബീച്ചാണ്. ബീച്ചിൽ വന്നു ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഓടി വന്നത് ബീച്ചിൽ. പറൂരൊക്കെ നടന്നു. പറൂരെങ്ങൊന്നുമില്ല. എന്താ പറയാ, പറൂർ ഇപ്പൊ നമ്മുടെ ഏരിയയിൽ ഈ നൈറ്റ് ലൈഫ് ഇതുവരെ ഓണായിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. നൈറ്റ് ലൈഫൊക്കെ ഓണായി ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പം ഞങ്ങൾ ഇവിടെ ഓടി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ആകെ കിട്ടിയത് അവിടെ കണ്ട ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിലാണെങ്കിൽ ആകെ ബജ്ജിയും അതിലുള്ള അതുള്ളൂ. ചായയൊക്കെ മറ്റേ ഇതിനകത്താക്കിയാണ് വെച്ചേക്കുന്നത്. മറ്റേ ഇങ്ങനെ ഫ്ലാസ്ക് ഇല്ലേ, പൈപ്പ് തുറന്നെടുക്കുന്ന ഫ്ലാസ്ക്, ആ ഫ്ലാസ്കിലാക്കിയാണ് ചായയൊക്കെ വെച്ചേക്കുന്നത്. നല്ല കാറ്റുണ്ടെന്ന് പറയാനായിട്ട് കാറ്റൊന്നുമില്ല കേട്ടോ. ഇലകളൊക്കെ ഒന്നും അനങ്ങല്ല, വെറുതെ നിൽക്കുന്നു ഇവിടെ. ഇലകളൊന്നും അനങ്ങല്ല, കാറ്റൊന്നുമില്ല. ജസ്റ്റ് നമുക്കിങ്ങനെ തിരകളും കണ്ടിരിക്കാം. കാഴ്ചപ്പഴേ നമ്മ അവിടെ നിന്ന് 11 വെട്ടത്തോട്ട് മാറിയിരുന്നിട്ടാ. ഞങ്ങൾ കറക്റ്റായിട്ട് വന്നിരുന്ന ആ ഇരുട്ടത്തായിരുന്നു. എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഇത്രയും വെളിച്ചുള്ള സ്ഥലം ഉണ്ടായിട്ട് ചായ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരുന്നത് ആ ഇരുട്ടത്ത്. അതിലും വലിയ രസം എന്താണെന്ന് വെച്ചാൽ മൈക്ക് ഓഫ് ആയി പോയി. ഒക്കെ കൂടി സൂപ്പർ. അപ്പം ഞങ്ങളിപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ വെട്ടമുള്ളൊരു സ്ഥലത്ത് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അതിനുശേഷം ഞാൻ മേടിച്ചൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നെ. ചോദിക്കാൻ പറഞ്ഞേ, നമ്മുടെ മഞ്ഞിൻ്റെ വിഷ്വൽസ് എങ്ങനെ അടിപൊളിയായിരുന്നില്ലേ?
പക്ഷെ അതിനിടയിൽ കൂടി കൈസ് എൻ്റെ മൈക്കിന് എന്താ പ്രശ്നം കേട്ടോ. ചില നേരത്തെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി പോണം. നമ്മ അറിയുന്നില്ല എൻ്റെ മൈക്ക് ഓഫ് ആവുന്നത്. കൈസ് ഞാൻ പുതിയൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. നീ ഓഫായി പോകുന്ന മൈക്ക് ഞാൻ മാറ്റാൻ പോയിരുന്നു. ഈ മൈക്കിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിനകത്ത് 2 മൈക്കുണ്ട്. അറ്റ് എ ടൈം 2 പേർക്ക് സംസാരിക്കാം. അപ്പൊ ഇതിന്റെ വോയിസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഗൈസ് ഇതായിരിക്കും എൻ്റെ മൈക്ക്. ഈ മൈക്ക് ഇടക്കിടക്ക് ഓഫായി പോകുന്നുണ്ട്. വന്ന വഴി ഞാനിപ്പോ പ്ലേ ചെയ്തതിൽ ചില വീഡിയോസിനൊന്നും ഓഡിയോ ഇല്ല. അതുകൊണ്ടല്ല പുതിയ മൈക്ക് മേടിച്ചു കേട്ടോ. അത് മേടിച്ചാണ്. അപ്പൊ ഒരു മൈക്ക് എൻ്റെ ഉണ്ട്, ഒരു മൈക്ക് ഇവന്റെ ഉണ്ട്. എടാ നീ എന്തെങ്കിലും പറഞ്ഞടാ. ഹലോ ഗൈസ്. ഹലോ. അപ്പൊ ഇങ്ങനെ ആയിരിക്കുള്ളൂ നമ്മളെ 2 മൈക്കും കൂടി വർക്ക് ചെയ്യുമ്പോൾ. അതായത് ഇപ്പൊ 2 പേർക്ക് ഒരേ സമയം നോക്കി ഇനി സംസാരിക്കാൻ പറ്റും. നമ്മുടെ വ്ളോഗിൽ 2 പേരാണെന്നുണ്ടെങ്കിൽ 2 പേര് സംസാരിച്ചോളൂ കേട്ടോ. മൈക്കിന്റെ ഓഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. 2 മൈക്ക് ജസ്റ്റ് 950 ഉള്ളൂ. എടാ ഇതിനകത്ത് പ്രത്യേകത എന്നറിയോ, ഇത് ചാർജിങ് കേസാണ്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 17 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മ ഒരാൾ മാത്രം വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിന്റെ ചാർജ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് അടുത്ത മൈക്ക് എടുത്ത് വെച്ചാൽ ഇനി 2 പേരും കൂടി ആണെന്നുണ്ടെങ്കിൽ 2 പേർക്കും വെക്കാം. 2 പേരുടെ വോയിസ് ക്ലിയർ ആയിട്ട് അതിനകത്ത് കിട്ടും. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. അതുകൊണ്ട് കടലിൽ ഇങ്ങനെ തിരടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാറ്റില്ല കേട്ടോ. അപ്പൊ അതിന്റെ വല്ല വോയിസ് കയറണ്ട. വോയിസ് എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം വല്ല ഉണ്ടോന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം. ഇതിനകത്ത് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കയറിക്കോളും. കണ്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണുന്നത് റെഡ് ലൈറ്റ്. അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കയറിക്കോളും. 5-6 മണിക്കൂർ എന്താണ് പ്ലേ ടൈം ഇതുള്ളൂ, വർക്കിംഗ് ഉള്ളത്. എന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. ഇതല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകുന്നുണ്ട്. ഇപ്പൊ വന്ന് ഞങ്ങൾ നോക്കിയപ്പോ പാതി ഇതിനകത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഇടക്കിടക്ക് നോക്കി ഓണാക്കി കൊടുക്കണം കേട്ടോ. നീക്കിയേക്ക് ഓണാക്കി കൊടുക്കണം. ഇന്നലെ വർക്ക് ചെയ്തോളൂ. അതെ ചെറിയ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കേട്ടാ. ഭയങ്കരമായിട്ട് ടയർഡായിട്ട് ഉറക്കം വന്നിട്ട് സമയം ഇപ്പൊ 12:40 സമയം. അതിനിപ്പം നേരെ മുറിയിലോട്ട് ഓടേട്ടാ. ഉറക്കം വന്നിട്ട് ഉറങ്ങാനുള്ള പരിപാടികൾ നോക്കണം. അമ്മയൊക്കെ കിടന്നാണ്. അമ്മയൊക്കെ വെറുതെ വിളിച്ച് എണീപ്പിക്കണ്ട, മുടിപ്പാവും. ഞാനപ്പം മുറിയിൽ വന്നിട്ടാ. സമയം ഇപ്പൊ 12:44 കിടന്നുറങ്ങണം. ഉറക്കം വന്നിട്ട് കണ്ണടങ്ങി. അപ്പോൾ ഇനി കിടന്നുറങ്ങണം. അപ്പോൾ നമ്മുടെ ബൈക്ക് ഫുൾ വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയണം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് എനിക്ക് കാണപ്പടം പഠിച്ച് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പം നിങ്ങൾ ഈ പറയണ വോയിസും നമ്മൾ ബീച്ചിലേക്ക് സംസാരിച്ച വോയിസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വ്ളോഗർ ആവാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചോ. ഉറങ്ങണതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഞാനല്ല നിങ്ങൾ പോയിട്ട് ഒരു ചെറിയ വീഡിയോ, നമ്മുടെ ഒരു ജിമ്മിൽ പോയി വീഡിയോ നമ്മൾ കണ്ടോ. പുതിയ ജിമ്മ് തുടങ്ങിയാണ്. ഞാൻ ചേർന്നില്ല, ജന്മനെ ഫിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ വരുന്നത് നമുക്ക് അതിനോട് അവർ വയ്ക്കും. പോണതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കരുത്. ഓക്കെ, ബൈ. ഞാൻ പിന്നെ ജന്മന ഫിറ്റാണ്. ഓ മൈ ഗോഡ്. ഇനിയിപ്പോൾ ഞാൻ വരുമ്പോൾ നീയൊക്കെ മസിൽ പിരിപ്പിച്ച് പറയല. നമ്മുടെ ഇവിടെ തുടങ്ങണ പുതിയ ജിമ്മാട്ടാ. നല്ല എക്യുപ്മെൻറ്റ്സ് ആണല്ലേ. ആഷിക്കൊക്കെ ഇതുമ്മ കിടന്ന് മരിക്കും. ആഷിക്കേ ഫുള്ളി സെറ്റ് സാധനങ്ങളാണ്. സൈക്കിളുണ്ട്, ട്രെഡ്മില്ലുണ്ട്, മറ്റേ നടക്കണ സാധനമുണ്ട്, പാട്ടിന് സ്പീക്കറും ഉണ്ട്. ആഹാ, ഇവന്മാരുടെ അഡ്മിഷൻ എടുത്തോണ്ടിരിക്കേണ്ട. ഇതാണ് അപ്പോൾ നമ്മുടെ ജിം മട്ടോ മേത്തലയിൽ. ഈ തിങ്കളാഴ്ച ഓപ്പണിംഗ് ആണ്. 9-ാം തീയതി കൂടെ ഓപ്പണിംഗ് വരോട്ടാ. അപ്പോൾ ഇവനും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ജിമ്മിന് ട്രെയിനർ ഓണറാണ്. ട്രെയിനറാണ്, ഓണറാണ്. അപ്പം അത് ഓണറാണ്, ട്രെയിനർ വേറെ വരും.